ഒരു ഫോട്ടോ എടുക്കാൻ അതുപോലെ തന്നെ കേരളത്തിലെ മുൻനിര ഗായകൻ സജീർ കൊപ്പത്തിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രൂപ്പിന്റെ മണിമുത്ത് അൻവർ ഷാനു. അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന നമ്മുടെ സ്വന്തം ആർക്കാണ് സ്റ്റേജ് ഈ ബിൽഡിങ്ങിന്റെ ഓണർ. അതുപോലെ നമ്മൾ ഇന്നിവിടെ കൂടാൻ കാരണമായിട്ടുള്ള മലപ്പുറം കമറു, അതുപോലെ ബാബ ഉസ്താദ് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ബാബാ ബാ, രംഗത്തേക്ക് വാ. നോക്കാം. അല്ല, നിങ്ങൾക്ക് മൈക്കാണ്ടി വരുമോ? അപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അവസരം, അതായത് നമ്മളൊരു മീറ്റപ്പ് വെക്കണമെന്ന്, അതായത് വലിയൊരു പരിപാടിയൊന്നുമല്ല, നമ്മളെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം, ഒന്ന് കാണാം. ഇതിൽ മൊമെന്റോ കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഒരു പൈസ കൊടുത്ത് വാങ്ങാം, മനസ്സിലായില്ല? അതിലേറെ വലുതൊന്നും ഈ മീറ്റപ്പിൽ ആർക്കും കിട്ടും കരുതിയാണ് നിൽക്കണ്ട. കുഴിമന്തി ഉണ്ട്, കുഴിമന്തി ബിരിയാണി, കുഴിമന്തി വലിയ പരിപാടി. അപ്പൊ കുഴിമന്തി ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ലാഭം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും, കാരണം നമ്മളെ ഗ്രൂപ്പിലൊക്കെ കഴിഞ്ഞ മീറ്റപ്പിന് തന്നെ, അതേപോലെ എന്റെ കുടിയിരിക്കലിന് വന്നിട്ട് ഈ അസ്മാബി ആസ്യൂസും തമ്മിൽ ഗ്രൂപ്പിൽ ഒരു ഭയങ്കര കമ്പനിയാണ്. പക്ഷെ രണ്ടാൾ കണ്ടിട്ട് കുടിയിരിക്കൽ കണ്ടിട്ട് ചിരിച്ചിട്ടില്ല, കാരണം ആളെ മനസ്സിലായിട്ടില്ല. ഇതാരാന്ന് അറിയില്ല. ഇവിടെ ഓളോട് ചിരിച്ചാണ്, ഓള് മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അതെ, അത് വേറൊരു പ്രശ്നമാണ്. രണ്ടാളും ഫിൽറ്ററാണ്. ഇപ്പൊ കമറൊക്കെ ഫിൽറ്ററിലേക്ക് ഇവിടെ എത്തുവോ? കുഞ്ഞാപ്പിനും അറിയില്ല. മൈക്കേരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം തുറക്കുക എന്നുള്ളതിലുപരി നമ്മളെ കൂട്ടത്തിൽ പണ്ട് അൻവർ ഷാനും ഈ മീറ്റപ്പിന് പേര് കൊടുത്തപ്പോൾ അൻവർ ഷാൻ പറഞ്ഞു ഞാൻ വരൂല. അപ്പൊ അൻവർ ഷാൻ ജന്ത വരാത്ത അപ്പണമാണ്. അപ്പൊ എന്ത് ചോദിച്ചു? അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇതേമാതിരി ഒരു പരിപാടി വെച്ച് നിന്റെ സ്റ്റുഡിയോന്റെ ഉദ്ഘാടനം, അന്ന് കമർ വന്നില്ല. നിക്ക് ഞാൻ പറയട്ടെ,
ഞാനല്ലോ ഇവിടെ നേതാവ്. ഞാൻ പറയട്ടെ, എനിക്ക് പറയട്ടെ. അപ്പോൾ അൻവർ ഷാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അൻവർ ഷാൻ എനിക്ക് പോവുകയാണ് വേണ്ടത്, പോയിങ്ങാണ്ട് പകരം വീട്ടണം, അല്ലാതെ പോവാതെ നിന്നിട്ട് എന്താ കാര്യം. അപ്പോൾ LKG സ്റ്റൈലായി. നമ്മൾ കുറച്ച് ഒരു പക്വമായിട്ട് പെരുമാറണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ. തലേന്ന് ഇറങ്ങിയിട്ടില്ല. ആ XMLA ഓക്കെ തോറ്റെ പ്രത്യേകം പറയണേ. അപ്പോൾ അൻവർ ഷാനിനോട് പറഞ്ഞ എന്താ വെച്ചാല്, ഇതിന് പോകണം, പരിപാടിക്ക് പോകണം, അത് അറ്റൻഡ് ചെയ്യണം, നേരത്തെ പോകണം. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ ആ പരിപാടി കളറാക്കുമ്പോൾ അപ്പോൾ മലപ്പുറം കമറൂന് ഇങ്ങനെ വരാണ്ട് ഇല്ലേ. അതായത് ഓൻ്റെ പരിപാടിക്ക് നമ്മൾ പോയില്ലല്ലോ, എന്നിട്ട് വന്നുകാണ്ട് ഫുള്ള് രസമാക്കുക, പാട്ടൊക്കെ പാടിയാണ്ട്. 10,000 റുപ്യ വാങ്ങണതാണ് ഒരു പരിപാടിക്ക്, ഒരു പാട്ടും പരിപാടിക്കും. അതൊക്കെ ഫ്രീ ആയിട്ട് അവൻ ചെയ്ത് തരിക. അപ്പൊ ആ ഒരു വലിയ മനസ്സ് കണ്ടുകൊണ്ട് ഇവിടെ ഈ ഒരു കുഷ്ട മനസ്സ് ചേഞ്ച് ആവണം. അല്ലെങ്കിൽ എന്താന്ന് പോവാഞ്ഞേ, അതെന്ത് പോവാഞ്ഞേ? KL 60 മമ്മൂട്ടിയൊക്കെ മിസ്റ്റർ മമ്മൂട്ടി ആ വണ്ടി മാറ്റാൻ ആ ബിൽഡിങ്ങില് അപ്പുറത്തുള്ള ആ മുബാറക്ക വീഡിയോ എടുക്കണില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മളെപ്പോഴും നമ്മളെ പകരം വീട്ടുണ്ട എങ്ങനെ വെച്ചാല്, ഇപ്പൊ കുറെ ആളുകളുണ്ട് യൂട്യൂബിക്ക് പെണ്ണുങ്ങൾ വരാൻ പാടില്ല, യൂട്യൂബിൽ അങ്ങനെ ഒക്കെ പറയും. ചിലക്കല്ലടി ഞങ്ങളെ വീട്ടപ്പാട്. അപ്പോ സ്ത്രീകളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് പേടിക്കുന്നത് ആരാണ്? ആരാണ് അവരെ കെട്ടിയിട്ടത്? ഇപ്പൊ ചിലപ്പോ കുഞ്ഞോട് വിളിച്ചു, അപ്പൊ ഞാൻ പറയാം അടങ്ങി അവിടെ ഒന്നും പറയും. കാരണം അതിനുള്ള ഉത്തരാണത് സ്വന്തം മാപ്പിളാർ തന്നെയാണ്. കാരണം ഓൽക്ക് അറിയപ്പല അങ്ങനെ തുറന്നുവിടാൻ പറ്റൂല എന്നല്ലേ. പക്ഷെ ആ കെട്ടുകളൊക്കെ അയച്ചിട്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. വേണ്ട ഷിബിലെ? അപ്പൊ അങ്ങനെ സകല നൂലാമാലയിൽ നിന്നും പുറത്തേക്ക് വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി, അത്യാവശ്യം നല്ല റീച്ചായി, ക്ലിക്കായി. അതായത് നമ്മളൊക്കെ യൂട്യൂബ് ചാനലിലേക്ക് വരുമ്പോൾ യൂട്യൂബിൽ തുറന്ന കമറും മായാണ്. അതായത് അന്ന് കമറും ഉള്ളേനി യൂട്യൂബ്. അതായത് ഒരു M4 പിന്നെ ആരെയും ഭാവസ്ഥാതോ ലൈല, അങ്ങനെ കുറച്ച് ആൾക്കാർ, പിന്നെ കമറു. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഈ കമറുവിൻ്റെ ഒക്കെ ഒരു ലെവല്, കമറൊക്കെ എനിക്ക് നേരം ഫോൺ വിളിച്ചോ, ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയില്ലേ. അപ്പം ഞാൻ പിന്നെ അപ്പോഴത്തിന് കമറു ഞാൻ ബിസിയാടാ ഒറ്റ കട്ടാക്കല്ലേ. അപ്പൊ പക്ഷെ ആ കമറും മായ എന്നുള്ളത് ഇപ്പൊ എന്ത് ചെയ്തു, യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്ന ലെവലെത്തി. അത് ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഭാവസ്ഥാതുമായിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. ഓളെ മാപ്പിള കരാട്ടക്കാരനാണ്. അപ്പോൾ ഓളെ മാപ്പിള അതേപോലെ നിങ്ങളെ മാപ്പിളാർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ടുവരുന്നില്ല, ആദ്യം അന്വേഷിക്കണം. നിങ്ങൾ അയക്കൂല. ഇത് ലാസ്റ്റ് നമ്മൾ കരാട്ടൻ്റെ 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, കുറച്ച് വിട്ടുന്നോണ്ടി. എടുക്കൂലേ? സമീറ സുഹൈലിന് നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് നമ്മളെന്താ പറയുക, ഓരോ ആളുകൾ വരണം. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട്, അതായത് നമ്മളെ ഈ യൂട്യൂബ് ചാനലുമായിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ട്, യൂട്യൂബുമ്മക്ക് വലിയ മെച്ചമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ ഓരോ വ്യക്തിബന്ധങ്ങളിൽ നിന്നുണ്ടായ നിങ്ങളെ നേട്ടങ്ങളും മെച്ചങ്ങളും ആ വ്യക്തിത്വത്തിനുണ്ടായ നേട്ടങ്ങളും എന്ത് ചെയ്യണം, ഇവിടെ ഓരോരുത്തർ ഷെയർ ചെയ്യണം. അതിന് ഞാൻ വേദിയിലേക്ക് ശ്രീ സമീറ സുഹൈലിനെ ക്ഷണിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമീറ സുഹൈല്. ഗ്രൂപ്പില് വല്ലാതെ വരലില്ല. ഒന്നാമത് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹസ്ബൻഡും വൈഫും 2 പേരും കൂടി ക്ലാസ് എടുക്കാൻ നോക്ക്. വലിയവർക്കും ഉണ്ട്, ചെറിയവർക്കും ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വീട്ടിൽ ക്ലാസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. നാട്ടിൽ അതേമാതിരി 2 ക്ലാസ് ഉണ്ട്. അപ്പോൾ ഗേൾസിന് ഇത് ഞാൻ പറയാം,
പഠിച്ചാലേ നമുക്കൊരു ഉപകാരമാണ്. എവിടേക്കും ധൈര്യമായിട്ട് ഒറ്റക്ക് പോവാം. ആണത് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ നമ്മൾ തൊടേ ഇതാക്കി അങ്ങനെ ഒരു പേടിയോ ഇതൊന്നും വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് ഒക്കെ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടോ? മോശമാക്കാനും വാപ്പിളിനൊക്കെ കുട്ടികളെ വന്നിട്ടുണ്ട്. അല്ല, ഹസ്ബൻഡിന് വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ ക്ലാസ് തുടങ്ങണതിൽ പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഹസ്ബൻഡിന് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഒന്ന് കിട്ടും. പിന്നെന്താ വെച്ചാൽ ഒരു കാര്യം എടുത്ത് പറയാണ്ട്, ഞാൻ കരാട്ടെ കല്യാണം കഴിഞ്ഞ് ഉടനെ തുടങ്ങിയതാണ്. പക്ഷെ പാട്ടക്ക് എന്നെ ഫസ്റ്റ് കൊടുക്കുന്നത് എൻ്റെ ഉപ്പയാണ്. പറയുമ്പോൾ പുറത്തൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം കല്യാണം കഴിഞ്ഞ അമ്മൂസാക്ക പാട്ടിന് കൊണ്ടുപോകുമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പാൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ പാട്ടിൽ പാട്ട് ഫസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ തുടങ്ങിയതും ഇപ്പം പറഞ്ഞിട്ടാണ്. ഞാൻ ആദ്യമൊക്കെ വീട്ടിലിങ്ങനെ പാടുന്നല്ല, പുറത്ത് പാടിയില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഉപ്പയാണ് കേട്ടോ. എനിക്ക് ഉപ്പല്ല. അപ്പോൾ എന്താ കുറച്ച് നന്നായിരിക്കും ഇങ്ങനൊരു ഭാഗ്യം. ഞാൻ ചെറുപ്പം തൊട്ട് ഉപ്പില്ലാതെ വളർന്നാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഉപ്പാൻ്റെ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ കരാട്ടയും പാട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു നേരം വീട്ടിലിരിക്കാനോട് സമയം ഉണ്ടാവില്ല. എപ്പോഴും ക്ലാസ്സും കാര്യമാണ്. പക മൈക്കിൽ വരാൻ മടിയാണ്. അതാണ് കരാട്ടെ. അപ്പം ഇനി കരാട്ടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയോട്ടോ. എൻ്റെ കോണ്ടാക്ട് നമ്പർ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാലോ. അപ്പം ആ നമ്പറിൽ വന്നാൽ കേട്ടോ. ഉണ്ട് ഓൺലൈനിൽ